നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രസകരമാണ്, അതേസമയം തന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി വക നൽകുന്നതുമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടാകും പത്രമാധ്യമങ്ങളുടെ ഒരു വാർത്ത. അതായത് റിസർവ് ബാങ്ക് ആലോചിക്കുന്നു കൺസ്യൂമർ ലോൺ, മൊബൈൽ ഫോൺസിന് വേണ്ടി കൺസ്യൂമർ ലോൺ എടുത്തവരുടെ ഫോണ് ലോക്കാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ. അതായത് ലോൺ എടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ തിരിച്ചടവുകൾ മുടങ്ങിയാൽ ഈ ഫോൺ ലോക്ക് ചെയ്യാനുള്ള ഒരു സാങ്കേതികവിദ്യ സെൻട്രലൈസ്ഡ് സിസ്റ്റമാക്കാൻ വേണ്ടിയിട്ട് RBI ആലോചിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ലോണിൻ്റെ ഡിഫോൾട്ടീസ്, അതായത് തിരിച്ചടവ് മുടങ്ങുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉയർന്നു പോവുകയാണ് എന്നുള്ളൊരു സത്യം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു ദിവസം കാലത്ത് എണീറ്റ് ഫോൺ നമ്മൾ ഓണാക്കാൻ വേണ്ടി നോക്കുമ്പോൾ, ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഫോൺ ലോക്ക്ഡ് ആയിട്ടിരിക്കും. അതിൻ്റെ കാരണം പാസ്വേഡ് മറന്നു പോയതുകൊണ്ടൊന്നുമല്ല, ഫോൺ നിങ്ങൾ 2 തവണ തിരിച്ചടവ് മുടങ്ങിയതുകൊണ്ട് ഫോൺ ലോക്ക് ചെയ്തതാണ്. ആകെ ചിലപ്പോൾ ഒരു മെസ്സേജ് കണ്ടേക്കാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ഡ്യൂസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം 1.16 ബില്യൺ മൊബൈൽ കണക്ഷൻസ് ഉണ്ടെന്നാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കി കഴിയുമ്പോൾ NBFC ആകട്ടെ, അല്ലെങ്കിൽ ഈ ക്വിക്ക് ലോൺ ആപ്പുകളാകട്ടെ, ഇവയെല്ലാം ലോൺ കൊടുക്കുന്നതിൻ്റെ അകത്ത് മൊത്തം സെല് ചെയ്യുന്ന ഫോണുകളുടെ ഏകദേശം 1/3 ലോണിൻ്റെ മുകളിലാണ് വിൽപ്പന നടക്കുന്നത്. ചിലത് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്, ചിലത് ഇൻട്രസ്റ്റ് ഉള്ള ലോണാണ്, ചിലത് ആമസോണൊക്കെ പോലത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ബാങ്ക് ഓഫർ കൊടുക്കുന്ന EMI ഓപ്ഷൻസ് ആണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവയെല്ലാം ക്രെഡിറ്റിലാണ് 1/3 ഫോണും സെയിൽസ് നടക്കുന്നത്. ഇതിൽ തന്നെ ഏകദേശം 3% തിരിച്ചടവുകൾ മുടങ്ങുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഈ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 മില്യൻ്റെ അടുത്ത്, ഏകദേശം 1 കോടിയുടെ അടുത്ത് ഏകദേശം വരും ഈ തിരിച്ചടവ് മുടങ്ങിയത്. അതായത് ഈ പറഞ്ഞ പോലെ RBIയുടെ ലോക്ക് ചെയ്യേണ്ട ഇതിന് നിലയിലെത്തിയ ഫോണുകൾ ഏകദേശം 1 കോടിയുടെ അടുത്ത് വരും. 1 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം, യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയെക്കാളും കൂടുതലാണ്. പലർക്കും ഉള്ളൊരു സംശയം ഇതെങ്ങനെ നടക്കുമെന്നുള്ളതാണ്. ഇത് IMEI ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു മെഷീൻ അഡ്രസ്സ് പോലുള്ളത്, മൊബൈൽ ഫോണിൻ്റെ നമ്പർ വെച്ചിട്ടല്ല. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സിമ്മ് മാറ്റിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ലോക്ക് ചെയ്ത ഫോൺ അൺലോക്ക് ചെയ്യാമെന്ന് കരുതിയാൽ നടക്കില്ല. IMEI നമ്പർ ഒരു ഫോണിന് ഒന്ന് തന്നെയുള്ളൂ, സിം മാറ്റി കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് അത് ലോക്കായത് തന്നെയാണ്. എങ്കിൽ പോലും IMEI ഉൾപ്പെടെ ഫ്ലാഷ് ചെയ്യുന്ന പല ബിരുദന്മാരൊക്കെ ഉണ്ട് എന്ന സത്യം അവിടെ നിലനിൽക്കുന്നു. എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വ ബോധത്തിലുള്ള ഒരു ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റിൻ്റെ മുകളിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ ചെറുപ്പക്കാരൊക്കെ, ഒരു 10-20 വയസ്സ്, അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ, അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ ഉടനെ ജോലി ലഭിക്കുന്നവരൊക്കെ, അവർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവർ വരുമാനത്തിൻ്റെ അവരുടെ പരിധിയിലും കഴിഞ്ഞിട്ടുള്ള രീതിയിലുള്ള ലോണ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ എല്ലാം എടുത്തിട്ട് അവർ കടക്കണിയിലാകി പോകുന്നത്. പക്ഷേ ഇവർ തന്നെ ഏകദേശം ഒരു 10-30 വയസ്സായി കഴിയുമ്പോൾ ഇവർ ഫിനാൻഷ്യലി കുറച്ചും കൂടി സീരിയസ് ആവും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 10-30 വയസ്സാകുമ്പോഴത്തേനും ഇവർ ഫിനാൻഷ്യലി സീരിയസ് ആകാൻ വേണ്ടിയിട്ടുള്ള പല റിസോഴ്സുകളും മിക്കവാറും വരേണ്ടി വരുന്നത് വെച്ചാൽ ക്രെഡിറ്റിലായിരിക്കും, അതായത് ലോൺസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവർ പൂർവ്വകാലങ്ങളിൽ വരുത്തിയ ഈ കടവും അതിൻ്റെ അകത്തുള്ള ഡിഫോൾട്ടിയും അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം, അവർക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു കാലത്ത് ഒരു കടം ലഭിക്കാനുള്ള അർഹത ഇല്ലാണ്ടായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ കഴിയും. കാരണം ഫോൺ ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ ഒന്ന് അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC ആണ് മിക്കവാറും കൊടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും ബജാജ് ഫിൻസർവോ, ബജാജ് ഫിനാൻസോ, അല്ലെങ്കിൽ IDBI ഫസ്റ്റ്, HDB ഫിനാൻസ്, ഇതേപോലൊക്കെ ഉള്ളവരൊക്കെ പല വലിയ ഷോറൂമുകളുടെ ഇടയൊക്കെ കുത്തിയിരുന്നിട്ട് പണമുള്ളവരെ പോലും മാടി വിളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാണ് കാശ് മുടക്കുന്നത്, ഒരു ലോൺ എടുത്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു മെച്ചപ്പെട്ടൊരു കാര്യമാണ്. കാരണം താരതമ്യേന റിസ്ക് ഫാക്ടർ കുറയുകയും ഇത് ഒരു പരിധിവരെ അവരുടെ മാർജിൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കും. കാരണം തിരിച്ചടവിനുള്ള ഒരു ഉന്മേഷം സാധാരണ പണം വാങ്ങിച്ചവർക്ക് ഉണ്ടാകും, ഫോൺ വാങ്ങിച്ചവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സ്കോറിന്റെ മുകളിൽ ഭീകരമായിട്ടുള്ള ഒരു നോട്ടം നോക്കിയിട്ടൊക്കെ ക്രെഡിറ്റ് ലൈൻസ് മാത്രം നോക്കിയിട്ട് കൊടുക്കേണ്ട ആ ഒരു കഷ്ടപ്പാട് താരതമ്യേന കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ ലോൺ ലഭിക്കുന്നവരുടെ എണ്ണം കുറച്ചും കൂടി അധികരിക്കുകയും ചെയ്യും. ഇതുവഴി ഈ കമ്പനികൾക്ക് കൂടുതൽ ലോൺ ഡിസ്പേഴ്സൽ നടത്താനും കഴിയും. കൂടുതൽ ലോൺ ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകമാണ്. പിന്നെ ഇത് കുറച്ചു കാലം ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം, ഇത് മൊബൈൽ ഫോണിന്റെ ഈ പറഞ്ഞതുപോലെ ലോൺ എടുത്തിട്ട് വാങ്ങിക്കലിന് മാത്രമല്ല, ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ തന്നെ മാറും. കാരണം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ലോണിന്റെ ഡിഫോൾട്ടി വരുത്തുന്നത് പലപ്പോഴും ഒരു ഹാബിറ്റാണ്, അതൊരു സ്വഭാവമായിട്ട് വരും. ഡിഫോൾട്ട് വരുന്നവർ വീണ്ടും ഡിഫോൾട്ട് വരുത്തിക്കൊണ്ടിരിക്കും. അതേസമയം ഡിഫോൾട്ട് വരുത്താത്തവർ അവരുടെ ലൈഫിൽ അത് ഉണ്ടാകുകയുമില്ല. സാധാരണ ഇത് നമ്മൾ ആലോചിക്കുന്നത്, ഇത് പണമുള്ളവർക്ക് തിരിച്ചടവ് മുടങ്ങാത്ത പ്രശ്നം ഉണ്ടാകില്ല, ഉള്ളവർക്കുണ്ടാകും. പക്ഷെ അതല്ല, ഇത് പലപ്പോഴും
അത് ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാബിച്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പല സ്റ്റഡീസിൻ്റെ അകത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ രീതിയിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ലേ ഡൗൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ആധാർ ബേസ്ഡ് UPIയും എല്ലാം ആധാർ ലിങ്ക്ഡ് ആണ്. ആധാർ ഇല്ലാതെ നിങ്ങൾക്ക് ലോൺ പോയിട്ട് നിങ്ങൾക്ക് ഒരു സ്കൂൾ അഡ്മിഷൻ പോലും കിട്ടാത്ത ഒരു കാലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടെക്നോളജി ബാക്ക് എൻഡ് എന്ന് പറയുന്നത് താരതമ്യേന വളരെ ലളിതമാണ്. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് പ്രിവെൻഷനാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല പല രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ട് മറ്റുള്ളവരുടെ ID കാർഡും ഒക്കെ ഉപയോഗിച്ച് ലോൺ എടുത്ത് പല പല സാധനങ്ങളും വാങ്ങിച്ചിട്ട് അവസാനം തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഫിനാൻസ് കമ്പനി ഇതിൻ്റെ യഥാർത്ഥ ID കാർഡിലുള്ള ആളെ ചെന്ന് തപ്പി കണ്ടുപിടിക്കുന്നതൊക്കെ. ഇത് ആ ഒരു തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം ആരാണെങ്കിലും ആ ഫോൺ കയ്യിലിരിക്കുന്ന ആൾ ഡിഫോൾട്ടി ആയി കഴിഞ്ഞാൽ, തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണ് ലോക്ക്ഡ് ആയി പോകുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസങ്ങൾ താരതമ്യേന കുറയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ ഇത് ഒരു വലിയൊരു പ്രൈവസി ഇൻട്രൂഷൻ തന്നെ ആണ് എന്ന രീതിയിൽ ഉള്ള വിചാരിക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാ ഗുണങ്ങൾക്കും ഒരു ദോഷം ഉണ്ടെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. നമ്മൾ ഏത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് തന്നെ ഒരു പ്രൈവസി ഇൻട്രൂഷനാണ്. എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ ഡാറ്റ പോകുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്ന ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സിന് ലോൺ കൊടുക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ NBFCസും ഇതിന്റെ ഗുണം ലഭിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അഡീഷണൽ സർവീലിയൻസോ അല്ലെങ്കിൽ അഡീഷണൽ ബൈൻഡിങ്ങോ ആണ് സത്യത്തിൽ ഈ ഒരു ലോക്കിംഗ് ഫെസിലിറ്റി നൽകുന്നത്. ഇത് RBI സെൻട്രലൈസ്ഡ് സിസ്റ്റം ലോക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതായത് NPA റിപ്പോർട്ട് ചെയ്യുന്ന പോലെ, നോൺ പെർഫോമിംഗ് അസറ്റായി മാറുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഇത് തിരിച്ചടവ് മുടങ്ങുമ്പോൾ അത് NPA ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ആ കമ്പനികൾക്ക് ആ പ്രത്യേക ഫോണുകളും ആ ഇതുമൊക്കെ IMEI നമ്പറുള്ള ഫോണുകളൊക്കെ ലോക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കും. അതാണ് RBIയുടെ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടവുകൾ മുടങ്ങാനുള്ള സാധ്യത കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലോൺ ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയും, കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കും. അതൊരു ഗുണമാണ് NBFCകൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്ന പോലെ തന്നെ ഈ ഫോണുകളുടെ ലോൺ എടുക്കുന്നതൊക്കെ മിക്കവാറും ഒരു സ്മോൾ ടിക്കറ്റ് ലോൺസ് ആണ്. അതായത് 50,000 രൂപയുടെ താഴെ, അല്ലെങ്കിൽ 20,000 രൂപയുടെ താഴെ, 30,000 രൂപയുടെ താഴെ. ഇവയെല്ലാം പലപ്പോഴും റിക്കവർ ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. 20,000 രൂപയുടെ ഫോൺ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്കവറി ഏജൻസിനെ അല്ലെങ്കിൽ കളക്ഷൻ ഏജൻസിനെ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു NBFCയെ സംബന്ധിച്ച് 20,000 രൂപയുടെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം 5,000 രൂപയോ 6,000 രൂപയോ ചിലപ്പോൾ മുടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല സ്മോൾ ടിക്കറ്റ് ലോൺസ് ഒക്കെ അങ്ങോട്ട് എഴുതിത്തള്ളലാണ് നടക്കാറുള്ളത്. പക്ഷേ ഈ ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ റിക്കവറി എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കേണ്ടി വരില്ല. ഈ ഒരു ഗ്രേ മാർക്കറ്റിൽ IMEI ഫ്ലാഷിംഗ് ഒന്നും ഇല്ലെങ്കിൽ താനെ കസ്റ്റമർ ലോണിന്റെ തിരിച്ചടവ് നടത്തിക്കോളും. നമുക്കറിയുന്ന പോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു ലോൺ ടെന്നർ എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ഉണ്ടാകാറുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവുകൾ താരതമ്യേന കുറയുന്നത് കൊണ്ട്, റിക്കവറിക്കുള്ള ചിലവുകളോ കളക്ഷനുള്ള ചിലവുകളോ ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ NBFC കമ്പനികളുടെ, കൺസ്യൂമർ ഗുഡ്സിന്റെ അകത്ത് ലോൺ കൊടുക്കുന്ന NBFC കമ്പനികളുടെയൊക്കെ മാർജിൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. ഈ ഒരു മാർജിൻസ് എന്തുമാത്രം ഇമ്പ്രൂവ് ആവണം എന്ന് അറിയുന്നുവെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മുടെ ബജാജ് ഫിൻസർവ് എടുക്കുക. 45% കൺസ്യൂമർ ഗുഡ്സിനുള്ള ലോണുകളാണ് ബജാജ് ഫിൻസർവ് കൊടുക്കുന്നത്. ഈ 45% അകത്ത് 50%-ലേറെ പലതരത്തിലുള്ള ഫോണുകൾക്കാണ് ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം പറഞ്ഞാൽ ഒരു 4/1 ലോൺസും ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഫോണുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊത്തം റവന്യൂയുടെ 4/1. അപ്പം അതിൻ്റെ അകത്ത് അതും ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്തുമാത്രം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ഒരു ഫ്രെയിംവർക്കൊക്കെ ആയിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ പുറത്തു വരും എന്നാണ് കരുതപ്പെടുന്നത്. ഇത് NBFC കമ്പനികളെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ധാർമ്മികമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ വേറെ നടക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും ഈ കമ്പനികൾ അവയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിംവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കി വെക്കുന്നതിൽ വലിയ തെറ്റില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് കുഞ്ഞൻ NBFC കമ്പനികളൊക്കെ പലപ്പോഴും ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യും. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു IT ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് NBFCകളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പക്ഷേ വലിയ NBFCകളൊക്കെ HDFC, HDB ഫിനാൻസ്, അല്ലെങ്കിൽ ബജാജ് ഫിൻസർവ്, അല്ലെങ്കിൽ IDBI ഫസ്റ്റ്, ഇതുപോലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അത് താരതമ്യേന എളുപ്പമുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇനീഷ്യൽ പീരീഡിൻ്റെ അകത്ത് ഈ പറഞ്ഞ കമ്പനികളായിരിക്കാം ചിലപ്പം കൂടുതൽ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. മറ്റൊരു തെറ്റ് നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.